മലപ്പുറത്തുള്ള പൊന്നാനിയിലുള്ള ഹനീഫ് എന്ന് പറഞ്ഞ എടുത്ത് എന്റെ ഹസ്ബൻഡിനെ കുത്തിട്ട് ഓടിക്കളഞ്ഞ് അവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ അവനൊന്ന് സ്റ്റേഷനിൽ എത്തിക്കും പ്ലീസ്. പൊന്നാനിക്കാരനാണ് ഹനീഫ് എന്നാണ് അവന്റെ പേര്. നിങ്ങളുടെ ഭർത്താവിനെ ആരോ കത്തിക്കൊണ്ട് കുത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ അയാളെടുത്ത് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ? മിക്കവാറും എല്ലാവരും മാനസികമായി ആകെ തകർന്നിരിക്കുകയായിരിക്കും, അല്ലെ? എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക. ചുറ്റും എന്താണെന്ന് നടക്കുന്നത് പോലും പലർക്കും ബോധമുണ്ടാവൂല. ഒരു ആവറേജ് മനുഷ്യന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്നാൽ ഇൻഫ്ലുവൻസറും നടിയും ഒക്കെ ആയിട്ടുള്ള സഫൂനെ ഞാൻ ഈ പറഞ്ഞ ആവറേജ് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. ഭർത്താവിനെ ആരെങ്കിലും കത്തിക്കൊണ്ട് കുത്തിയാൽ ആദ്യം സഫൂന് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയോ? പെട്ടെന്ന് തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് അങ്ങോട്ട് ഒരു ലൈവ് ഇടും. ഹലോ ഗായ്സ്, എന്റെ ഭർത്താവിനെ ആരെ കത്തിക്കൊണ്ട് കുത്തി ഗായ്സ്, ആകെ ചോരക്കളിയാണ് ഗായ്സ്, ഞാൻ ആംബുലൻസിൽ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഫൂൻ ഒരു കിടിലൻ റീൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. ഇത് ഞാൻ വെറുതെ തള്ളിയതല്ല കേട്ടോ, കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഏതാണ് ഈ സഫൂന എന്ന് ആലോചിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസറിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരും ഉണ്ടാകും. അവർക്ക് വേണ്ടി ഞാൻ സഫൂനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിനുവേണ്ടി ഞാൻ ഇവരുടെ 1-2 റീൽ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും ആരാണ് ഈ സഫൂന. വാ കണ്ടോക്കാം. എന്നാലത് എന്താണെന്നറിയോ അളിയ? എന്റെ അളിയ അതൊന്ന് പറയളിയ. രണ്ടും രണ്ടല്ല, രണ്ടും 4 എന്റെ ഉള്ളിൽ ലവ്വല്ലേ, നിന്നോടുള്ള ലവ്വല്ലേ, നമ്മൾ തമ്മിൽ ഒരിഷ്ടത്തിലല്ലേ. കാട്ടേ ഒരു തള്ളോടുത്താതി അവൻ തള്ളയുടെ ഫോട്ടോ അതല്ലേ ആശേ. അയ്യേ, ഇങ്ങനെ ഒരു വ്യത്യസ്ത മനുഷ്യൻ. ഇപ്പൊ കിട്ടിയ ആളാരാണെന്ന്? നമ്മുടെ സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേരയുടെ കൂടെ ഒക്കെ കട്ടക്ക് അഭിനയിക്കുന്ന ഒരു പെൺ സിംഗമാണ് സഫൂന. ഇൻഫ്ലുവൻസർ കം ആക്ടർ കം മോഡൽ, സകല കലാ വല്ലഭ. ഇനിയാണ് നമ്മൾ പ്രധാന കഥയിലേക്ക് കടക്കാൻ പോകുന്നത്. 2 ദിവസം മുമ്പാണ് സംഭവം. സഫൂനയും ഭർത്താവും ഒരുമിച്ച് എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരുത്തം വന്ന് ഭർത്താവിനെ ആക്രമിച്ചത്. നമുക്ക് എന്തായാലും എന്റെ ഭർത്താവിന് കുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സഫൂന ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. മലപ്പുറത്തുള്ള പൊന്നാനിയിലുള്ള ഹനീഫ് എന്ന് പറഞ്ഞ എടുത്ത് എന്റെ ഹസ്ബൻഡിനെ കുത്തിട്ട് ഓടിക്കളഞ്ഞ് അവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ അവനൊന്ന് സ്റ്റേഷനിൽ എത്തിക്കും പ്ലീസ്. കത്തിയും കൈ പിടിച്ച് നടക്കുന്നവനൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കലാണല്ലോ നാട്ടുകാരുടെ പണി. നിന്റെ ഭർത്താവിന് എന്തായാലും കുത്തുകൊണ്ടു. ഇനി ഇവനെ പിടിക്കാൻ ചെന്നിട്ട് ഒന്നും അറിയാത്ത പാവങ്ങൾ കൂടി കുത്തുകൊള്ളണോ? ഇത് നല്ല കഥ. ഇതൊക്കെ നേരിട്ട് പോലീസിൽ പറയേണ്ട കാര്യങ്ങളല്ല. ആളുടെ പേരും അഡ്രസ്സും വരെ സഫൂനൊക്കെ അറിയാം. പിന്നെന്താ പ്രശ്നം? പോലീസിനോട് പറഞ്ഞ അവര് പുഷ്പം പോലെ അവനെ പൊക്കുമല്ലോ. ഒന്നും വേണ്ട, ഭർത്താവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചാണെങ്കിൽ ഹോസ്പിറ്റലുകാർ തന്നെ പോലീസിൽ വിളിച്ച് കാര്യം പറയും. കത്തിക്കുത്താണെന്ന് പറഞ്ഞാണെങ്കിൽ പോലീസ് ഇങ്ങോട്ട് വന്ന് കേസ് എടുത്ത് മൊഴി എടുത്ത് പോയിക്കോളൂ. അല്ലാണ്ട് ഇങ്ങനെ ആംബുലൻസിൽ പോകുമ്പോൾ ലൈവ് ഇട്ട് വിളിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അയാൾ ഹോസ്പിറ്റലിൽ എത്തിച്ച് അയാളുടെ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് പോരായിരുന്നോ ഈ ലൈവ് ഒക്കെ? എന്ത് പറയാനാലേ? എന്തായാലും ബാക്കി കൂടി കണ്ടോക്കാം. പൊന്നാനിക്കാരനാണ് ഹനീഫ് എന്നാണ് അവന്റെ പേര്. അവനാ കടപ്പുറത്താണ് അവന്റെ വീട്. നിങ്ങൾക്കറിയാം, ഇൻസ്റ്റയിലുണ്ട് ഹനീഫ് എന്ന് പറഞ്ഞിട്ട്. അവനെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ ആൽബം ഫീൽഡൊക്കെ ഉള്ളവരാണ്. അവന്റെ അക്കൗണ്ടിനുണ്ട് ഹനീഫ് എന്ന് പറഞ്ഞിട്ട്. പൊന്നാനിയിലാണ് അവന്റെ വീട്. അവൻ എത്രയും പെട്ടെന്ന് പോലീസ് എത്തിക്കണം പ്ലീസ്. എന്ത് സംഭവിക്കുന്നില്ല തീർന്നു സത്യമായിട്ട്. എത്രയും പെട്ടെന്ന് ഹനീഫ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തരെ വിചാരിച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവൻ ആൽബം ഫീൽഡിലുള്ളവനാണ്. ശരി, ആള് പറഞ്ഞതിന് പിന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. ഹനീഫ് എന്ന് പറയുന്ന ഒരുത്തനാണ് കുത്തിയത് എന്നുള്ള കാര്യത്തിൽ സഫൂനക്ക് 100% ഉറപ്പുണ്ട്. ഇനി നമ്മളെല്ലാരും കൂടി ടോർച്ചും മടിയും എടുത്തൊക്കെ ഇറങ്ങി അവനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. സഫൂനത്താത്ത പറഞ്ഞതല്ലേ എല്ലാരും വേഗം ഇറങ്ങി തപ്പിയാട്ടെ, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. ഇനി ഹനീഫ് എന്ന് പറയുന്നവൻ ആൽബം ഫീൽഡിൽ ഉള്ളവനാണെന്നും കൂടി സഫൂന പറയുന്നുണ്ട്. സഫൂനയും ആൽബം ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളാണ്. സഫൂനയുടെ ഭർത്താവിന്റെ കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ ഈ പറഞ്ഞ ഹനീഫ് എന്ന് പറയുന്നവനും സഫൂനയും തമ്മിൽ മുമ്പ് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അല്ലാതെ വെറുതെ ഒരാൾ വന്ന് കുത്തിയിട്ട് പോകില്ലല്ലോ. രണ്ടുപേരും ആൽബം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ജോലിക്കിടയിൽ 2 പേർക്കും ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കാണണം. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. സഫൂനോടുള്ള ദേഷ്യത്തിന് എന്തിനാണ് സഫൂനയുടെ ഭർത്താവിനെ കുത്തിയത്? ചിലപ്പോൾ സഫൂനയും ഹനീഫും തമ്മിലുള്ള പ്രശ്നത്തിന് സഫൂനയുടെ ഭർത്താവ് മുമ്പ് എപ്പോഴെങ്കിലും ഇടപെട്ട് കാണണം. ഹനീഫുമായി എന്തെങ്കിലുമൊക്കെ വാക്കുതർക്കം ഉണ്ടായി കാണണം. അതിന്റെ വൈരാഗ്യം കൊണ്ടായിരിക്കാം സഫൂനയുടെ ഭർത്താവിനെ കുത്തിയതെന്ന് തോന്നുന്നു. എന്തായാലും മറ്റൊരു വീഡിയോ കൂടി കണ്ടോക്കാം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഞാൻ ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ ഓൺ വോയിസിലോ അല്ലെങ്കിൽ പരാതി പറയാനോ ഞാൻ വന്നിട്ടില്ല. ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കൊരു 2-3 വോയിസ് ഇടേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഞാൻ റിക്വസ്റ്റ് ചെയ്തതാണല്ലേ, ഇന്ന ആളെ അറിയോ, എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ, ഇവനൊന്ന് സ്റ്റേഷനിൽ എത്തിക്കൂ. അപ്പൊ നിങ്ങളിൽ പലരും എന്നോട് ചോദിച്ചു, കാരണം ഹസ്ബൻഡിന് കുത്തേറ്റിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ,
അല്ലാതെ നീ വീഡിയോ ഇടുകയാണോ എന്നൊക്കെ ചോദിച്ച്. കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. ഇന്നലെ ഞങ്ങളൊരു ഫംഗ്ഷന് പോയതായിരുന്നു. അവിടെ നിന്നാണ് അൻസാരി അവൻ കുത്തി, അവന്റെ കയ്യിൽ എന്തോ ഒരു ഇരുമ്പൊക്കെ ഉണ്ടായിരുന്നു. അതായത് അവൻ കരുതി കൂട്ടിയിട്ടാണ്. ഒന്നാമത് ഞങ്ങൾ പോകാത്തൊരു ഫംഗ്ഷനാണ്, പിന്നെ അൻസാരിന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് പോയത്. പക്ഷെ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കുത്തിയ ഉടനെ സ്റ്റേഷനിൽ പോയിരുന്നു. ഹോസ്പിറ്റലിലും കൊണ്ടുപോകുന്ന വഴിക്ക് സ്റ്റേഷനിൽ പറഞ്ഞ് അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് അത് അങ്ങനെ പറഞ്ഞത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും. പിന്നെ നിങ്ങളിൽ പലരും ചോദിച്ചു, ഒരു കുത്തു കിട്ടി അതിനടുത്ത് റീലെടുക്കുന്നത്, അതെടുക്കുന്നത്, ഇതെടുക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അവൻ 2ാം തവണയാണ് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പൊ നിങ്ങളായാലും പറയില്ലേ, ആ കുത്തു കിട്ടി ആംബുലൻസിൽ പോകുന്ന സമയത്താണ് എനിക്ക് ഇൻഫർമേഷൻ വരുന്നത് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന്. മനസ്സിലായോ? ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്താണ്, നിങ്ങൾ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ അവനൊന്ന് പിടിച്ചു കൊടുക്കുകയാണ്. 1ാം തവണയല്ല, 2ാം തവണയാണ് അവൻ രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ പലരും അത് തെറ്റിദ്ധരിച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. പക്ഷെ ഞാനിപ്പോ കുറച്ച് തിരക്കിലാണ്. സോ പറയാം. അതുവരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ആരും പറയുന്നതിലും ഞാൻ എതിർത്ത് പറയില്ല. കാരണം നിങ്ങൾ പറയുന്നത് ശരിയാണ്. സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കിട്ടൂല, പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം. പക്ഷെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് ആണ് പറഞ്ഞത് അവൻ ഇവിടുന്ന് എസ്കേപ്പ് ആയി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടു. അതിന് ഒരുപാട് കുഴപ്പമില്ല. കാരണം എന്റെ ഭാഗത്ത് ഫോൾട്ട് ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. സന്തോഷം. തെറ്റ് മനസ്സിലാക്കിയല്ലോ, അത് മതി. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യേണ്ടി വന്നതെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, അവൻ ഇനി എങ്ങോട്ടേക്ക് രക്ഷപ്പെട്ടാലും പോലീസ് വിചാരിച്ചാൽ അവന് പുഷ്പം പോലെ പൊക്കാൻ പറ്റും. പോലീസിന് കുറച്ച് സമയം കൊടുത്താൽ മാത്രം മതി. അല്ലാണ്ട് അതിന് പകരം കത്തിയും കയ്യിൽ വെച്ച് അപകടകരമായി നടക്കുന്ന ഒരുത്തനെ നാട്ടുകാരോട് പിടിക്കാൻ പറഞ്ഞിട്ട് അത് കേട്ട് ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത ഒരുത്തനെ അവന് പിടിക്കാൻ പോയി. അവസാനം അവനും കുത്ത് കിട്ടി. എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ ഭർത്താവിന് ചിലപ്പോൾ ചെറിയ പരിക്കുകൾ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ വർത്താനം കേട്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് കേട്ട് ഈ പറയുന്ന ഹനീഫിനെ പിടിക്കാൻ പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ അവന്റെ കയ്യിൽ നിന്നും കുത്ത് കിട്ടി ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ ആംബുലൻസിൽ വെച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനെ ന്യായീകരിച്ചാലും സ്വന്തം ഭർത്താവിന് കുത്ത് കിട്ടി ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള ഭാര്യയ്ക്ക് ഇങ്ങനെ ലൈവ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സഫൂനയുടെ ഈ വീഡിയോ കണ്ട് ഇതിനെതിരെ ആദ്യമായി പ്രതികരിച്ചത് ഷാജി എന്ന് പറയുന്ന ഒരാളാണ്. ഷാജിയുടെ പ്രതികരണത്തിന് ശേഷം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഷാജിയുടെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഹനി എന്ന് പറഞ്ഞവൻ എന്റെ ഭർത്താവിനെ കുത്തിയിട്ട് പോയി. അവനെന്തോ കത്തി കൊണ്ടിട്ട് ഭർത്താവിന്റെ തലക്ക് കുത്തി. ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുതല നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം. ഷെഫൂന, കാസർഗോഡുകാരി. നിങ്ങൾ കണ്ടു കാണുമല്ലോ, നല്ലൊരു മാസമായിട്ട് കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ കരടിയുടെയും അലൻ ജോസ് പെരയുടെ ഒക്കെ കൂടെ കടന്ന് മറിയുന്ന ഷെഫൂന താത്താണ് ഈ താത്ത. ഈ താത്താൻ കിട്ടിയതിനോട് എങ്ങാണ്ട് പോയപ്പോ ഈ താത്തയുടെ കെട്ടിയുടെ തലയില് പിച്ചാത്തിക്ക് കുത്തിയെന്നാ പറയുന്ന മലപ്പുറത്തുകാരനാറുണ്ട്. അപ്പൊ താത്ത ആ കുത്തിയ ഭർത്താവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ആരെങ്കിലും വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലുള്ള നടപടികളല്ല എടുക്കുന്നത്. അന്നേരവും റീച്ചിന് വേണ്ടി ഫോൺ എടുത്ത് വെച്ചിട്ട് എന്റെ ഭർത്താവിനെ കുത്തി, അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിര്. ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ആൽബസീലുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ തർക്കങ്ങളുള്ള അതിലാണ് അവൻ വന്നിട്ട് ഒരുത്തൻ വന്നിട്ട് അങ്ങോട്ട് കുത്തിയൊക്കെ ചെയ്ത്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നീയൊക്കെ നടന്ന് കാണിക്കുന്ന ഈ മെറ്റെ പരിപാടിക്ക് ഇവിടുത്തെ ജനങ്ങളാരാ? നിന്റെയൊക്കെ മാമപ്പണി ചെയ്യുന്നോമാരാ? നീയൊക്കെ കടന്ന് കാണിച്ച് ഏത് തോന്നിയാസങ്ങളും കാണിച്ച് അതിനകത്ത് എന്തെങ്കിലും വരുമ്പം ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണമെന്ന് പറയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് വേറെ കുടുംബവും കാര്യങ്ങളും ഇല്ലെങ്കിൽ അവർക്ക് ജോലിയും വിലയൊന്നും ഇല്ലേ? നീയൊക്കെ കാണിക്കുന്ന തോന്നിയാസത്തിന്റെ പുറയിൽ മുണ്ടും എടുത്ത് കൊടുത്തോണ്ട് ഇന്ത്യയൊക്കെ പുറകെ നടക്കാനാണ് ഇവിടെ നടക്കുന്ന ജനങ്ങൾ. അവർക്ക് കൊണ്ട് വീടും കുടുംബമൊക്കെ അവരൊക്കെ ജീവിക്കേണ്ട രീതികളിൽ ജീവിക്കുന്നു. അതുകൊണ്ട് നിന്റെ പുറകെ വരാനല്ല സമയം. നിനക്ക് എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം, പരാതി കൊടുക്കണം, അവിടെയൊക്കെ തീർക്ക്. അതിന് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് എന്റെ ഭർത്താവിനെ കുത്തി അണി എന്ന് പറയുന്നവനെ നിങ്ങളെല്ലാവരും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം എന്ന് പറയുന്ന കാര്യം എന്തുവാ? നിനക്കിത് നടന്ന് കാണിച്ചപ്പോൾ നിനക്കിത് ബോധമൊന്നും ഇല്ലായിരുന്നു. അതാ പറഞ്ഞത്, നിൽക്കേണ്ടടുത്ത് നിൽക്കണം. അതിനപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതല്ല ഇതിനപ്പുറത്ത് വലുത് വരും സംഭവിക്കും. ഞാൻ വീഡിയോ ചെയ്യാത്തെന്ന് അറിയാം. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാ ചൊറിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മടിച്ച് നിൽക്കുന്ന മെയിനായിട്ട് ആ അലൻ ജോസ് പെരേരാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവന്റെയൊക്കെ വീട്ടിൽ നടക്കുന്ന തോന്നിയാസങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവനിക്കൊക്കെ ഒരു ഏജന്റ് തന്നെ ഉണ്ട്. അതൊക്കെ സമാനപ്പെടും, നമുക്ക് വഴിയെ കൊണ്ടുവരാം. ആ തക്കാലം ഇതിപ്പോ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഈ പറയുന്ന ഷാജിക്ക് സഫൂന കൊടുത്ത മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. പിന്നെ ഞാനിപ്പോ ഒരു വീഡിയോ കണ്ടതിന്റെ പുറത്താണ് ഞാനിപ്പോ വന്നിട്ട് ഇത് പറയുന്നത്. എനിക്ക് വിശദമായി പറയണമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും പരാതി പറയണം എന്ന് വിചാരിച്ച ഒരിടമല്ല. എന്തായാലും പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ പബ്ലിസിറ്റി ആക്കാനും നിങ്ങളുടെ കണ്ണീര് പിടിച്ച് സാധാവും പിടിച്ചു പറ്റാനും ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാനിപ്പോ ഷാജി എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ കണ്ടു. അദ്ദേഹം പറയുന്നത് ശരിയാണ്. കാരണം ആൽബം ഫീൽഡിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അത് വീണ്ടും പ്രശ്നം ഉണ്ടായത്.
അപ്പൊ സഫൂന പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. തെറ്റ് തന്റെ ഭാഗത്താണെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള സംസാരമാണ് സഫൂനയുടേത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സഫൂനയുടെ അക്കൗണ്ടിൽ മറ്റൊരു വീഡിയോ കൂടി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അഭിലാഷ് അട്ടയം എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ ആയിരുന്നത്. നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലുള്ള ഷാജി എന്ന് പറയുന്ന ആളെ തെറി വിളിച്ചുകൊണ്ടാണ് അഭിലാഷ് വീഡിയോ ചെയ്തത്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഷാജിയുടെ വീഡിയോയിൽ ഒരു കരടിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ സഫൂന എന്ന് പറയുന്നവൾ അലൻ ജോസ് പെരേരയുടെയും കരടിയുടെയും കൂടെയും ഒക്കെ വീഡിയോ ചെയ്ത് നടക്കുന്നവളാണ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഷാജി പറഞ്ഞു വെക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പ്ലേ ചെയ്യാം. നിങ്ങൾ കണ്ടു കാണുമല്ലോ, നല്ലൊരു മാസമായിട്ട് കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ കരടിയുടെയും അലൻ ജോസ് പെരേരയുടെയൊക്കെ കൂടെ കടന്ന് മറിയുന്ന ഷെഫൂന താത്താണ് ഈ താത്തായും കിട്ടിയതിലൂടെ കണ്ടു പോയപ്പോ കേട്ടല്ലോ, ഇതിൽ കരടി എന്ന് ഷാജി വിളിച്ചത് ഈ അഭിലാഷ് അട്ടയത്തെയാണ്. അഭിലാഷിനെ ആളുകൾ കളിയാക്കി വിളിക്കുന്ന പേരാണെന്ന് തോന്നുന്നു കരടി എന്നുള്ളത്. സോ ഷാജി കരടി എന്ന് വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അഭിലാഷിന് ദേഷ്യം വന്നു. അങ്ങനെയാണ് അയാൾ ഷാജിയെ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത്. നമ്മൾ എന്തായാലും ആ വീഡിയോ കൂടി കണ്ട ശേഷം നിർത്താം. എടാ ഷാജി പട്ടി, നിന്നെ ഷാജി പട്ടി എന്ന് വിളിക്കണം, മനസ്സിലായോ? നിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ നിർത്തിയ നിന്റെ പേരിലുള്ള വീണ്ടും നീ കരടി മൈരെന്ന് വിളിച്ചോണ്ടിരിക. കഴിഞ്ഞ ദിവസം ഞാൻ കരടി എന്ന് വിളിച്ചപ്പോൾ നിന്റെ വാപ്പായാണ് കരടി എന്ന് പറഞ്ഞു. നിന്റെ വാപ്പയാണ് കരടി എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടാ. അപ്പൊ ഞാൻ പിന്നെ ഓർത്ത് വേണ്ട, ഇനിയിപ്പോ വാപ്പാനൊക്കെ വിളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അത് വീണ്ടും നീ മൈര് പരിപാടി കാണിച്ചോണ്ട് വരിക, കരടി മൈര് എന്ന് പറഞ്ഞോണ്ട്, മനസ്സിലായോ? ഇനി വീണ്ടും ഞാൻ മറ്റൊരു വിളിയെ എന്നെ കൊണ്ട് വിളിപ്പിക്കട്ടോ ഷാജി പട്ടി കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല വിളിക്കേണ്ടത്. എന്താ കാര്യം, ഒരു സഫൂന കാസർഗോഡ് എന്ന് പറഞ്ഞൊരു കുട്ടി, അദ്ദേഹത്തിന്റെ അയാളുടെ ഹസ്ബൻഡിന് ഒരു അപകടം നടന്നപ്പോൾ എന്തൊരു കത്തിക്കുത്തോ എന്ത് കാര്യം നടന്ന സമയത്ത് അത് വേറെ ചാനലിലല്ല, ആ കുട്ടിയുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റയിലോ ഞാനൊരു ലൈവ് ഇട്ടു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം നടന്നപ്പോ പിന്നീട് അറിഞ്ഞ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം നടന്നപ്പോ അവിടെ ഒരു പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ അവരിൽ ഇടപെട്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന വഴിക്ക് ഇവൻ എന്തോ രക്ഷപ്പെട്ടു. അപ്പൊ ഇവനെ അറിയുന്നവരുണ്ടെങ്കിൽ ഇവനെ രക്ഷപ്പെടാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞാണ് ആ കുട്ടി ലൈവ് ഇട്ട്. എന്നിട്ട് ഏറ്റവും അവസാനം നീ അത് വേറെ രീതിയിൽ വളച്ചൊടിച്ച് നീ മറ്റേടത്ത് വീഡിയോ ഇട്ടു. അതായത് ഞങ്ങളുടെ കൂടെയൊക്കെ അഭിനയിച്ചു കുട്ടിയാന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ അഭിനയിച്ചു എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? ഒരു പ്രശ്നം വന്നപ്പോ അവരുടെ ഹസ്ബൻഡിനെ ആരെ കുത്തിയപ്പോ അത് കുത്തിയ ആളെ കിട്ടുവാണെങ്കിൽ പിടിക്കണം എന്ന് പറഞ്ഞ് അവരുടെ പേജിൽ ലൈവ് ഇട്ടതിന് നിനക്ക് എന്തിന്റെ കുഴപ്പമാവേ? അത് നീ പറഞ്ഞു ഈ നോമ്പ് കാലത്താണ്. എടാ എന്റെ കൂടെ ആ കുട്ടി വീഡിയോ ചെയ്തത് നോമ്പ് കാലത്തിന് മുമ്പാണ്, നോമ്പ് കാലം തുടങ്ങുന്നതിന് മുമ്പാണ്. എനിക്ക് ഉറപ്പാണ് ചെയ്ത വീഡിയോ ചെയ്ത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ആ കുട്ടിയുടെ പേജിൽ വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ നിനക്ക് എന്തിന്റെ കുഴപ്പ? എന്തിന്റെ കുഴപ്പമാണ്? നീ ആ കുട്ടിയെ മോശം പറഞ്ഞോണ്ടല്ല നീ വീഡിയോ ഇട്ടേക്കണത്. നീ ആദ്യം നന്നാവും. നിനക്ക് നോമ്പുണ്ടോ ഷാജി പട്ടി? നിനക്ക് നോമ്പറ മൈരവുള്ളത്. നീ നോമ്പുണ്ടെങ്കിലോ? എടാ എന്റെ കൂട്ടുകാരുണ്ട് മുസൽമാനാ, അവൻ പറഞ്ഞിട്ടുണ്ട് എടാ നോമ്പ് എടുക്കുമ്പോണ്ടല്ലോ ഫോൺ എന്ന് വെച്ചാൽ ഫോണോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമ്മൾ പോവില്ലാന്ന്. നിനക്ക് നോമ്പല്ല മൈരവുള്ള. നോമ്പുണ്ടായിരുന്നു നീ ഇതൂട്ടി ഈ മറ്റൊരു തലപാടം കൊണ്ടുവല്ല. ആ കൊച്ചിന്റെ ഹസ്ബൻഡിനെ ആരോ കുത്തി, അതിന്റെ പേരിലാ വീഡിയോ ഇട്ടോ, മനസ്സിലായോ? നിന്നെ പോലെ കുറെ നാറികൾ റീച്ചിന് വേണ്ടി ഞാൻ പറയല. നല്ല അടിപൊളി തെറികളില്ലേ. ഇതിപ്പോ ഷാജി ചോദിച്ചു വാങ്ങിയതാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഷാജിക്ക് അയാളുടെ പേര് അറിയാമല്ലോ, അഭിലാഷ് എന്നാണ് അയാളുടെ പേര്. ആ പേര് ഉപയോഗിച്ച് കാര്യങ്ങൾ പറയാമല്ലോ. വെറുതെ എന്തിനാണ് ഇരട്ട പേരൊക്കെ വിളിച്ച് കളിയാക്കാൻ നിൽക്കുന്നത്? പിന്നെ ഇവിടെ അഭിലാഷ് സഫൂന ആംബുലൻസിൽ വെച്ച് വീഡിയോ ചെയ്തതിനെ ന്യായീകരിക്കുന്നു. അത് പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ആ കാര്യത്തിന് നമ്മൾ ഷാജിന്റെ കൂടെയാണ്. അങ്ങനെ ആയിരുന്നില്ല സഫൂന അവിടെ പെരുമാറേണ്ടിയിരുന്നത്. അത് വെറുതെ റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്ത പോലെ ആയിരുന്നു. റീച്ച് കിട്ടുകയും ചെയ്തല്ലോ. സഫൂന ആംബുലൻസിൽ ഇരുന്ന് ചെയ്ത ആ വീഡിയോ കണ്ടത് ഏകദേശം 3 മില്യണോളം ആളുകളാണ്. അതുപോലെ തന്നെ അതിനുശേഷം അപ്ലോഡ് ചെയ്ത വീഡിയോകൾക്കെല്ലാം മുമ്പത്തേക്കാളും റീച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അലൻ ജോസ് പെരേരയും ആറാട്ടണ്ണനും സഫൂനയും രേണു സുധിയും ഒക്കെ ഒരു പാരലൽ വേൾഡ് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വേൾഡിലെ കാര്യങ്ങൾ നല്ല കോമഡി ആണെന്ന് തന്നെ പറയാതെ വയ്യ. എന്തൊക്കെയാണ് ഓരോ ദിവസവും അവിടെ നടക്കുന്നത്, ഇനി എന്തൊക്കെ കാണേണ്ടി വരും നമ്മൾ ദൈവത്തിനറിയാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.